നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ വ്യാപക വേനൽ മഴ. കനത്ത മഴയെ തുടർന്ന് കല്ലിളകി വീണ അയ്യപ്പൻകോവിൽ സുൽത്താനിയയിൽ തൊഴിലാളി മരിച്ചു. മണിക്കൂറുകൾ നീണ്ട ശക്തമായ മഴയെ തുടർന്ന് ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ നഗരസഭാ ഭരണം UDF-ന്. കോൺഗ്രസിലേക്ക് ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയം 12-നെതിരെ 14 വോട്ടുകൾക്ക്. തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP കൗൺസിലർമാർ വിട്ടുനിന്നു. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നും പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പൊക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കാഞ്ചാർ പള്ളിക്കവലിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡ് അരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ തയ്യാറാകാതെ കരാറുകാർ. വിശദമായ വാർത്തകളിലേക്ക്. അയ്യപ്പൻകോവിൽ സുൽത്താനിയയിൽ ശക്തമായ മഴയ്ക്കിടെ കല്ല് ദേഹത്തേക്ക് വീണ് തൊഴിലാളി മരിച്ചു. സുൽത്താനിയ സ്വദേശി അയ്യാവാണ് മരിച്ചത്. കൂലിപ്പണിക്കാരനായ ഇയാൾ എസ്റ്റേറ്റിലെ കയ്യാല നിർമ്മിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ ഉരുണ്ടുവന്ന കല്ല് ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അയ്യാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. പാറയിൽ പുത്തൻ വീട്ടിൽ ശശീന്ദ്രന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രകാശ് ഗ്രാം പാറയിൽ പുത്തൻ വീട്ടിൽ ശശീന്ദ്രന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. സംഭവം നടക്കുമ്പോൾ ശശീന്ദ്രന്റെ മകന്റെ ഭാര്യയും 2 പേരക്കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. വീടിന്റെ അടുക്കള ഭാഗത്താണ് ഇടിമിന്നലേറ്റത്. വയറിങ്ങിന് തീപിടിച്ചതോടെ വീട് ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം റാബി സിദ്ദിഖ് പറഞ്ഞു. പ്രകാശ് ഗ്രാം മുട്ടപ്പാറ ഭാഗത്ത് ശശിധരൻ നായർ എന്ന് പറയുന്ന പുതുവിൽ പാറയിൽ പുത്തൻ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട് പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ പൂർണ്ണമായി തകർന്നു പോവുകയും ആ വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ മരുമകളും കൊച്ചുകുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ഈ പ്രകൃതിക്ഷോഭം അവരുടെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം അവരെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണ്. അവരുടെ ഈ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയും വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും അധികൃതർ എത്തുകയും ഇതിനുള്ള മേൽ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കിട്ടാവുന്ന ധനസഹായങ്ങൾ ഏത് രീതിയിലാണോ കിട്ടേണ്ടത് അത് അർഹതപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ സഹായങ്ങളും വാർഡ് മെമ്പർ എന്ന ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടിമുഴക്കത്തിന്റെ വലിയ ശബ്ദം കേട്ട ഉടനെ കുട്ടികളുമായി സ്ത്രീ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേനൽ മഴയിൽ കാഞ്ചിയാറിൽ വൻ കൃഷിനാശം. 4 സുഹൃത്തുക്കൾ സ്ഥലം പാട്ടത്തിനടുത്ത് നടത്തിയ 1.25 ഏക്കർ സ്ഥലത്ത് ഏത്തവാഴ കൃഷി പൂർണ്ണമായും നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കാഞ്ചിയാർ പള്ളിക്കവല കിടങ്ങ് ഭാഗത്ത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്നുണ്ടായ കാറ്റിലാണ് കൃഷിനാശമുണ്ടായത്. 1.25 ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന 450-ലധികം വാഴകൾ ഒടിഞ്ഞു വീണു. കുരിശിങ്കൽ ജോർജ് കുട്ടി, ചൂരക്കുഴിയിൽ മാത്യു, നെല്ലുപടവിൽ സണ്ണി, കാഞ്ഞിരത്തിങ്കൽ മോനച്ചൻ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയിരുന്നത്. പാട്ടത്തിനടുത്ത കൃഷിയിടത്ത് 2024 മാർച്ചിലാണ് ഇവർ കൃഷി ഇറക്കിയത്. ഈ മാസം വിളവെടുക്കാൻ ഇരിക്കെയാണ് കൃഷിനാശമുണ്ടായത്. ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതായി കർഷകർ പറയുന്നു. ഇത് സംഭവിക്കുന്ന മെനഞ്ഞാന്നത്തെ കാറ്റില് സർവ്വ വാഴ ഇവിടം മുതൽ മണ്ട വരെ തകർത്തു വാരി 2 മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട കുലകളാണ്, വെട്ടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു വർഷത്തെ പണിയുടെയും ഫലം തീർന്നു. ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ടും പ്രതിസന്ധിയിലായി. ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലെത്തി. കാരണം ഞങ്ങളുടെ മുടക്കം മുതൽ മുഴുവൻ ഇതിനകത്ത് കിടക്കുക. 10 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. വിപണിയിൽ 50 മുതൽ 55 രൂപ വരെയാണ് ഏത്തക്കായ്ക്ക് വില ലഭിക്കുന്നത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കിയിറക്കിയ കൃഷിയിൽ ഒരാളുടെ പണിക്കൂലി പോലും ഇവർക്ക് ലഭിക്കുകയില്ല.
വേനൽ മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിലാണ് ഏത്തവാഴകൾ നിലം പൊത്തിയത്. കൃഷിനാശമുണ്ടായ ഭൂമിയിൽ തിങ്കളാഴ്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തും. കനത്ത മഴയെ തുടർന്ന് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ അറക്കുളം അശോക കവലയ്ക്ക് സമീപം റോഡിന് കുറുകെ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ചു. പിന്നീട് മൂലമറ്റം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ മരം വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൊടുപുഴ നഗരസഭാ ഭരണം UDFന്. കോൺഗ്രസിലെ കെ ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 14 വോട്ടുകൾക്കാണ് വിജയം. തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP കൗൺസിലർമാർ വിട്ടുനിന്നു. ഭൂരിപക്ഷമുണ്ടായിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഗ്രൂപ്പിസവും കാരണം 4.5 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന UDF ഒടുവിലാണ് തൊടുപുഴ നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ കെ ദീപക് നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ 34 അംഗങ്ങളുള്ള നഗരസഭയിൽ LDFന്റെ 12 വോട്ടുകൾക്കെതിരെ 14 വോട്ടുകളുമായാണ് ദീപക് നഗരസഭാ ചെയർമാനായത്. BJPയുടെ 8 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കുറച്ചു കാലം മാത്രമേ മുന്നിൽ ഉള്ളുവെങ്കിലും നഗരത്തിന്റെ വികസനത്തിനാകും പ്രഥമ പരിഗണന നൽകുകയെന്ന് ദീപക് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം UDFന് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് UDFന്റെ ഒരു ചെയർമാനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പക്ഷേ എന്തായാലും അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹമാണ്. കോൺഗ്രസ് വിമതനെ ചെയർമാനാക്കി 4 വർഷവും പിന്നീട് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുടെ പിന്തുണയോടെ 6 മാസവും LDF ഭരിച്ച നഗരസഭയാണ് തൊടുപുഴ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതാണ് അവസാന ഘട്ടത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ UDFന് തുണയായത്. LDF ചെയർപേഴ്സണായിരുന്ന സബീന ബിഞ്ചുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് നഗരസഭയിൽ പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ച് നീക്കിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു. ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാൻഡീസ് മരങ്ങളുടെ വ്യാപനം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു. പഞ്ചായത്തിൽ പ്രത്യേകിച്ച് 58-59 ബ്ലോക്കിൽ ഗ്രാൻഡീസ് മരങ്ങളുണ്ട്. അത് സ്വന്തം പട്ടയ സ്ഥലങ്ങളാണ്. അത് ഏതെങ്കിലും മുറിക്കാൻ ഏതെങ്കിലും ഗവൺമെൻറ് ഒരു അടവ് വേണം. അത് ഇപ്പോൾ ഗവൺമെൻറ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതും മുറിച്ചാൽ അതിലും ചേർത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഈ 12 മാസവും പച്ചക്കറി കൊടുക്കാം. വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻഡീസ് മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗ്രാൻഡീസ് മരങ്ങളുടെ വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് പ്രതിസന്ധിയാകുന്നുവെന്നും കർഷകർ പറയുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമാകുകയാണ്. നിലവിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചു. കാഞ്ചിയാർ പള്ളിക്കവലിയിലെ ഒരു ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവിടം കുഴിച്ച ശേഷം കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു. എന്നാൽ പിന്നീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെ വലിയ കിടങ്ങിന് സമാനമായി കിടക്കുകയാണ് ഇവിടം. പുറത്തുനിന്ന് ഒരാൾക്ക് വ്യാപാര സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു. ഇവിടെ അന്ന് പണിത് പറയാൻ കണ്ട ആരെന്ന് പറഞ്ഞു സ്ലാബ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നടത്തിയെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇവിടെ നട കെട്ടാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കച്ചവടയെ ബാധിച്ച് ഭയങ്കരമായിട്ട് ബാധിച്ചത്. ഒരു മനുഷ്യനും ഇങ്ങോട്ട് കയറുന്നുമില്ല, ഒരു സാധനം കൊണ്ട് വരത്തില്ല, പോത്തുമില്ല. ആപ്പോടെ വല്ലാത്ത പ്രതിസന്ധിയാണ്. 2 ആഴ്ചയായിട്ട് ചുമ്മാ വരിക പോവുക, പലരും വന്ന് വീഴുന്നുണ്ട് ഇവിടെ.
ഇറങ്ങി. ചില സമയത്ത് ആളുകൾ കാലുതെറ്റി വീഴുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. ബന്ധപ്പെട്ടവരോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു മനുഷ്യൻ വരാൻ പോലും പറ്റത്തില്ല. അവിടെ ഒന്ന് നോക്കിയിട്ട് അവരങ്ങ് നടന്നു ഇങ്ങോട്ട് കയറത്തില്ലായിട്ട്. ഇന്നലെ വരെ അവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ കടക്കാർ തന്നെ ഒരു പാലം ഇട്ടാണ് ഇപ്പോൾ കളക്കുന്നത്. ഇനി എന്ന് തീരും? എത്രയായിട്ട് താഴ്ചയുണ്ടെന്നറിയാം. ഇനി ഇവിടുന്ന് മനുഷ്യൻ ചാടാനും പറ്റില്ല, കയറാനും പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഇവിടെ രൂപപ്പെട്ടിരുന്നു. ഇതോടെ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിയാനുള്ള സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടം വളരെയധികം കുറഞ്ഞതായും വ്യാപാരികൾ പറഞ്ഞു. സാധനങ്ങൾ കയറ്റി ഇറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ പ്രകടനം നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബിന്നി, ജോയി അണിത്തോട്ടം, മനോജ് മുരളി, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, ഷമേജ് K ജോർജ്, ജോസ് ആനക്കലിൽ, ബാബു പുളിക്കൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ UDF വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ടൗണിൽ പ്രകടനവും നടത്തി. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് UDF വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ TH അബ്ദുൾ സമദ്, മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കുഴുവന്മാക്കൽ, ബാബു ആന്റപ്പൻ, നേതാക്കളായ S ഗണേശൻ, K മാരിയപ്പൻ, TM മുഹ്സിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി അധ്യക്ഷനായിരുന്നു. OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത് തീരുമാനിച്ചപ്പോൾ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിർമ്മലാ സീതാരാമനെ പോയി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും വഴിവിട്ടുള്ള ഒരു സഹായവും BJP ഗവൺമെന്റ് ആർക്കും ചെയ്യില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് വീണ വിജയനെ പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും അനുമതി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് CPM-ന് കൈ കഴുകാനാവില്ല. കാരണം രാഷ്ട്രീയ നേതാക്കളൊക്കെ പണം വാങ്ങിച്ചു എന്ന് CMRL-ന്റെ ഡയറിയിലുണ്ട് എങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിച്ചെങ്കിൽ അവർ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പിണറായി വിജയന്റെ മകൾക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനുണ്ട്. നേതാക്കളായ രത്നമ്മ ഗോപിനാഥ്, പ്രകാശ് നാരായണൻ, ജിബിൻ സെബാസ്റ്റ്യൻ, സുരേഷ് കുമാർ AR, സുരേഷ് കുഴിക്കാട്ടിൽ, CN രാജപ്പൻ, തങ്കച്ചൻ പുരയിടം, PN പ്രസാദ്, ജിമ്മിച്ചൻ ഇളം തുരുത്തിയിൽ, KN ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് UDF അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ സായാഹ്ന ധർണ നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ജില്ലയിലെ ഭൂപ്രശ്നം അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF-ന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പദ്ധതി വിഹിതത്തിൽ സംസ്ഥാനം ഏറെ പുറകിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികൾ 50% മാത്രമാണ് നടപ്പാക്കിയത്. 90% പദ്ധതി വിഹിതം ചെലവാക്കിയെന്ന് മന്ത്രിമാർ പറയുമ്പോഴും 60% മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം കാരണം സംസ്ഥാന സർക്കാരാണെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആരോപിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളും ഏതാണ്ട് 50% താഴെ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മാർച്ച് 31 അവസാനിച്ച് കഴിഞ്ഞപ്പോൾ
കേരളത്തിലെ പദ്ധതി വിഹിതം ചെലവാക്കിയത് വളരെ കുറവാണെന്നാണ് ഇവിടെ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന മന്ത്രി പറയുന്നു 90% പദ്ധതി വിഹിതം ചെലവാക്കിയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവിടുത്തെ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ഏതാണ്ട് 60%-നോടടുത്താണ് പദ്ധതി വിഹിതം നടപ്പാക്കിയതെന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ 14ാം സ്ഥാനത്താണ് പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. പരിപാടിയിൽ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി തോമസ് രാജൻ, ജോസഫ് ജോസ് മൂക്കനാട്ട്, ജോസഫ് കുര്യൻ തയ്യിൽ, സോണിയ ജെറി, രാജു ചെമ്പൻകുളം തുടങ്ങിയവർ സംസാരിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് BJP പ്രവർത്തകർ അടിമാലിയിൽ പ്രകടനം നടത്തി. BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. വഖഫ് ഭേദഗതി നിയമത്തെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എതിർത്തുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് BJP പ്രവർത്തകർ വിവിധയിടങ്ങളിൽ നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും ഐക്യദാർഢ്യ പ്രകടനം നടന്നത്. BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. എല്ലാവർക്കും ഗുണകരമാകുന്ന പട്ടികവർഗത്തിനടക്കമുള്ള ഗുണകരമാകുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വഖഫ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ബില്ലിനെ കേരളത്തിലെ 19 MPമാരും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും 19 MPമാരും എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഇതിനനുകൂലമായി നിൽക്കാതെ ഇടുക്കിയിലെ പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ LDFിൻ്റെയും UDFിൻ്റെയും MPമാർ ചെയ്തിട്ടുള്ളത്. വഖഫ് ഭേദഗതി നിയമത്തെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എതിർത്തുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. പ്രകടനത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി VN സുരേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VK ഓമനക്കുട്ടൻ, അഡ്വക്കേറ്റ് രാജീവ് പ്ലാമൂട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് പൗലോ, CN മധുസൂദനൻ, KJ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം നടത്തി. മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആ പഞ്ചായത്തിന്റെ ടൗണുകളും മറ്റ് സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിസര പ്രദേശങ്ങളും ഓഫീസുകളും ഒക്കെ മാലിന്യമായി അതിന്റെ ഹരിത ചട്ടം അനുസരിച്ച് ഓഫീസുകളിലാണെങ്കിലും ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത് തുടർന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രഖ്യാപനം നടത്തുന്നതിന് മാത്രമായി ഒരുങ്ങിയതല്ല. ഇന്ന് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് കടന്നു ചെന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ ഓഫീസുകൾ അടുക്ക് ചിട്ടയോടുകൂടി പ്രവർത്തിക്കാനും ഹരിത ചട്ടമനുസരിച്ച് അവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെക്കുവാനും ഒക്കെ വളരെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്ഥാപന മേധാവികളും അതോടൊപ്പം തന്നെ സേനയും ഉദ്യോഗസ്ഥരുമൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്കങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബ്ലോക്കിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് BDO മുഹമ്മദ് സബീർ മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴക്കാലത്ത് മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീഴുന്നത് പതിവാണ്. റോഡിന്റെ വശങ്ങളിലായി മരങ്ങൾ ഇത്തരത്തിൽ നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്.
അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് മരങ്ങൾ കടപുഴകി വീണും ഒടിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ സ്വകാര്യ തോട്ടങ്ങളിൽ നിരവധി ഭീമൻ മരങ്ങളാണ് നിൽക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾക്ക് താഴെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതും ഏറെ അപകട ഭീഷണി ഉയർത്തുന്നു. നമ്മുടെ ഈ ആനവിലാസം കുമളി വള്ളക്കടവ് റോഡ് സൈഡിൽ നിരവധിയായ മരങ്ങൾ ഉണങ്ങി ദ്രവിച്ച് നിൽക്കുകയാണ്. ഇത് വെട്ടിമാറ്റേണ്ട സമയം കാലങ്ങളായിട്ട് കഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒന്നാമത് തെറ്റിലേൽ നിൽക്കുന്ന മരങ്ങൾ, അതിൻ്റെ ചോട് ദ്രവിച്ച മരങ്ങൾ, മണ്ട ഉണങ്ങിയിട്ട് റോഡിലേക്ക് തന്നെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, ഈ സൈസ് മരം മുറിച്ചു മാറ്റാനായിട്ട് അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്ന് പറയേണ്ടത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലൈനൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ 11 kV സൈഡ് പോലെ ലൈന് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ലൈനും ഒക്കെ തകരാറ് സംഭവിക്കുന്ന രീതിയിലാണ് നിലവിലിപ്പോഴും ഈ മരങ്ങൾ നിൽക്കുന്നത്. തേക്കടിയിലേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ പാതയെ ആശ്രയിക്കാറുണ്ട്. എത്രയും വേഗം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊജക്ട് എക്സ്പോ സംഘടിപ്പിച്ചു. കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ IT വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച പ്രൊജക്ടുകളുടെ വിപുലമായ പ്രദർശനം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ നിർവഹിച്ചു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്, IT അസോസിയേഷൻ, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രൊജക്ട് എക്സ്പോ ഫ്യൂച്ചറോ 2025 സംഘടിപ്പിച്ചത്. IT വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച പ്രോജക്റ്റുകളുടെ വിപുലമായ പ്രദർശനമായിരുന്നു ഒരുക്കിയിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, വെബ് ആപ്ലിക്കേഷൻ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ വിവിധ സാങ്കേതിക മേഖലകളിൽ നിന്നുള്ള ആധുനിക പ്രൊജക്ടുകൾ എക്സ്പോയുടെ ആകർഷണമായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ നിർവഹിച്ചു. Vamita is a senior of you. Maybe Rajisa, maybe you know. This Vamita is a very good expert in information security. IT വിഭാഗം മേധാവി ഡോക്ടർ വിജയാനന്ദ് KS അധ്യക്ഷനായിരുന്നു. ഇടുക്കി കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽ അജിമോൻ A ചെല്ലംകൊട്ട പ്രത്യേക അതിഥിയായി. IT അസോസിയേഷൻ ഫാക്കൽറ്റി അഡ്വൈസർ പ്രൊഫസർ രതീഷ് TK, ടെക്നിക്കൽ ലീഡ് മിഥുൻ M തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഗെയിം സോൺ സന്ദർശകരെ ആകർഷിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായുള്ള വോളിബോൾ മത്സരം മുരിക്കാശ്ശേരി പാവനാത്മ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് മത്സരം ഉദ്ഘാടനം ചെയ്തു. പാവനാത്മ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായുള്ള വോളിബോൾ മത്സരം നടന്നത്. മത്സരം കാണികളിലും ആവേശം പകർന്നു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ S അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. വോളിബോൾ ടൂർണമെന്റ് മത്സരങ്ങൾ നടന്നു തുടങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളൊന്നും ഒരു ആനുവൽ അത്ലറ്റിക് മീറ്റോ സ്പോർട്സ് മീറ്റോ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നാളത് നടത്തി വന്നത് പോലീസ് അസോസിയേഷനുകളാണ്. അത് ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനം കൂടിയാണ്. അത് ഞാൻ ഈ ഒരു അവസരത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. പാവനാത്മ കോളേജ് ബർസർ ഫാദർ ജായസ് മറ്റം, പ്രിൻസിപ്പൽ ഫാദർ ബെന്നിച്ചൻ സ്കറിയ, മുരിക്കാശ്ശേരി SI KD മണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സന്ദേശയാത്രയും പൊതുസമ്മേളനവും നടത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപത സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് വാളന്മനാൽ സന്ദേശയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ടി കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. മദ്യത്തിന്റെയും രാസലഹരി വസ്തുക്കളുടെയും വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തിൽ നിന്നും ഇളം തലമുറയെയും സമൂഹത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ, മിഷൻലിംഗ്, SMYM, ഇൻഫ, മാതൃദീപ്തി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൂടി ജനജാഗ്രതാ വാഹന റാലി നടത്തും.
ഞായറാഴ്ച ഉച്ചയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപത സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് വളവനാൽ സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നമ്മുടെ സമൂഹത്തിലും സംസ്ഥാനത്തും വർദ്ധിച്ചു വരുന്ന മദ്യ രാസലഹരികളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ ഇന്ന് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ വിവിധ സംഘടനകളുടെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഇടവകകളുടെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ബോധവൽക്കരണ പരിപാടി നാളെ നടത്തപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ 12 മണിക്ക് കാഞ്ചിയാർ സെന്റ് മേരീസ് പള്ളിയുടെ കുരിശടിയിൽ നിന്ന് ഇരുചക്ര വാഹന റാലി ആരംഭിക്കുന്നതും അത് കാഞ്ചിയാർ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും ചുറ്റി സഞ്ചരിച്ച് 5 മണിക്ക് കാഞ്ചിയാർ പള്ളിക്കവലയിൽ എത്തിച്ചേരുന്നതുമാണ്. കാഞ്ചിയാർ പള്ളിക്കവലയിൽ എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ സംസാരിക്കും. വൈകിട്ട് 5 മണിക്ക് കാഞ്ചിയാർ പള്ളിക്കവലയിൽ പൊതുസമ്മേളനം നടക്കും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രക്ഷാധികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കിളിരൂപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ, ഡിവൈഎസ്പി നിഷാദ് മോൻ, നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി മാത്യു ജോർജ്, കട്ടപ്പന സ്റ്റേഷൻ ഹൌസ് ഓഫീസർ TC മുരുകൻ, എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽകുമാർ, വിമുക്തി നോഡൽ ഓഫീസർ MC സാബുവാൻ, സെന്റ് മേരീസ് ഇടവക PRO സോണി ജോസ്, KCBC ജാഗ്രതാ സമിതി രൂപതാ പ്രസിഡന്റ് ജോസ് പൂവത്തോലിച്ചറ്റയിൽ, പഞ്ചായത്ത് സെക്രട്ടറി സിമി K ജോർജ്, സംഘാടക സമിതി ജനറൽ കൺവീനർ സണ്ണി തോമസ് എന്നിവർ സംസാരിക്കും. വാഗമണ്ണിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാഗമൺ ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി സഭയും ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും വാഗമൺ പോലീസും പീരുമേട് എക്സൈസും വിവിധ സാമൂഹിക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. ജാഗ്രതാ സമിതി അധ്യക്ഷൻ സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ജോൺ മാർട്ടിൻ, കുര്യാക്കോസ് M കുടക്കച്ചിറ എന്നിവരും വിവിധ സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും നേതൃത്വം നൽകി. പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ അമൽ രാജൻ, കോട്ടമല ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബൈജു കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ആടുള്ള നാടെന്ന ഗിന്നസ് റെക്കോർഡിനെ പീരുമേടിന് സ്വന്തം. പീരുമേട് കുട്ടിക്കാനം MPC കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനു പീറ്ററിന്റെ കനേഡിയൻ പിഗ്മി വിഭാഗത്തിലുള്ള പെണ്ണാടാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 4 വയസ്സുള്ള ആടിന് 40 സെന്റിമീറ്റർ മാത്രമാണ് ഉയരം. ക്ഷീരകർഷകനായ ലിനു 15 വർഷം മുമ്പാണ് കനേഡിയൻ പിഗ്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത്. ഇപ്പോൾ 3 മുട്ടനാടുകളും 5 പെണ്ണാടുകളും 20 കുഞ്ഞുങ്ങളുമുണ്ട്. കറുപ്പ്, വെളുപ്പ്, കറുപ്പും വെളുപ്പും എന്നിവയാണ് നിറം. പൊക്കം കുറഞ്ഞ ആടിന് 2 മാസം പ്രായമായ കുട്ടിയുമുണ്ട്. താൻ വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വംശഗുണം നിലനിർത്തുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്നും ഗിന്നസ് അധികൃതർ ആവശ്യപ്പെട്ട രേഖകളും മറ്റ് നിയമാവലിയും അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കി നൽകിയതെന്നും ലിനു പീറ്റർ പറഞ്ഞു. ഒരു 15 വർഷം മുമ്പ് നമ്മളൊരു 2 പെണ്ണാടിനെയും ഒരു മുട്ടനെയും കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവരുണ്ടായിരിക്കുന്നത് ഏകദേശം നമുക്ക് 10-20 ആടി കൂടുതലുണ്ട്. അതിലെ ഏറ്റവും ചെറുതാണ് 40 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അവൾക്കുള്ള 4 വയസ്സ്. അവൾ ഇപ്പം 3ാമത്തെ ഡെലിവറി. അതിൻ്റെ കുട്ടികളും ഇവിടുണ്ട്. ഇതൊരു ഫാം വിസിറ്റ് പോലുണ്ട്. ആൾക്കാർ വരും. ഇവിടെ പുറത്തുനിന്ന് ഒരു വിദേശി വന്ന് മകനോട് ചാക്കോച്ചിയോട് പറഞ്ഞു, അവർ കാണാൻ വന്നെ പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മകൻ ചെയ്തത്. മകൻ സെർച്ച് ചെയ്തോണ്ടേ 67 സെൻറ്റിമീറ്ററിൻ്റെ ആ നിലവിൽ റെക്കോർഡുള്ളത്. അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിത് അപ്ലൈ ചെയ്തു. അവർ അപ്രൂവായി. എന്തോ ഭാഗ്യത്തിന് 21 ദിവസം കൊണ്ട് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിച്ചിരിക്കുന്ന ആടെന്ന് പറഞ്ഞുള്ള ഇതിൽ കിട്ടിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശില്പ VS, ഫീൽഡ് ഓഫീസർമാരായ JNK, രാജ് AV എന്നിവരുൾപ്പെട്ട സംഘമാണ് ആടിന്റെ പ്രായം, ബ്രീഡ്, അളവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയത്. ഗിന്നസ് ജേതാക്കളായ സുനിൽ ജോസഫ്, അശ്വിൻ വാഴുവേലിൽ എന്നിവർ നിരീക്ഷകരായിരുന്നു. മൃഗപരിപാലനത്തിൽ ലിനുവിന് പിന്തുണയുമായി ഭാര്യ അനു ജോസും മക്കളായ ലൂത്ത്, ലിനറ്റും ഒപ്പമുണ്ട്. അയ്യപ്പൻകോവിൽ മേരികുളത്ത് ലാലീസ് അക്കാദമി എന്ന പേരിൽ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ജോസ് P ജേക്കബ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായി മേരികുളം കോൺവെന്റ് ബിൽഡിംഗിൽ ലാലീസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. SB കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ജോസ് P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറ്റാരുടെയും പ്രേരണയ്ക്ക് വഴങ്ങിയാൽ ഒരു കാര്യത്തില്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്
നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്. ആ കാര്യം നേടുന്നതിന് വേണ്ടി ലോകം മുഴുവൻ നമ്മോടൊത്ത് ഗൂഢാലോചന നടത്തുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടാകണം, എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ടാകണം. ഈ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായി പരിണമിക്കുന്നത്. സ്വപ്നങ്ങളാണ് ജീവിതത്തെ ചലനാത്മകമാക്കി നിലനിർത്തുന്നത്. ജീവിതത്തിൻ്റെ ചാലകശക്തിയായി വർദ്ധിക്കുന്നതും സ്വപ്നങ്ങളാണ്. ലൈബ്രറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസണും റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായി നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ ദിശാബോധം നൽകി സർക്കാർ ജോലിയും പ്രൊഫഷണൽ കോഴ്സുകൾക്കും വേണ്ടി നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുകയാണ് അക്കാദമിയുടെ ലക്ഷ്യം. നീറ്റ്, കീം, BSc നഴ്സിംഗ്, PSc മുതലായ പരീക്ഷകൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പരിശീലനവും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ കരിയർ നിർദ്ദേശങ്ങളും അക്കാദമിയിൽ നിന്ന് ലഭിക്കുമെന്ന് അക്കാദമി ഡയറക്ടർ തോമസ് PV പറഞ്ഞു. പ്രധാനമായും കീം, നീറ്റ്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷകൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു. കൂടാതെ PSc പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. കൂടാതെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. കൂടാതെ ഇവിടെ സ്ഥാപനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ട് വളരെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറി റൂം, അതുപോലെ തന്നെ റീഡിംഗ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ, അക്കാദമി ഡയറക്ടർ തോമസ് PV, ലാലി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സീസൺ ആരംഭിച്ചതോടെ വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. പ്രകൃതിയുടെ തണുപ്പും സാഹസിക വിനോദസഞ്ചാര സാധ്യതകൾ ആസ്വദിക്കാനുമാണ് സഞ്ചാരികൾ വാഗമണ്ണിലേക്ക് എത്തുന്നത്. കത്തുന്ന സൂര്യന് കീഴിൽ ഒരൽപ്പം തണൽ തേടുകയാണ് എല്ലാവരും. എന്നാൽ കേരളം ചുട്ടുപൊള്ളുമ്പോഴും വാഗമണ്ണിന്റെ പ്രഭാതങ്ങൾ മഞ്ഞുമൂടി കിടക്കുന്നു. മഞ്ഞു പുതച്ച മലനിരകളിലൂടെ ഒരു യാത്ര. അഡ്വഞ്ചർ പാർക്കിൽ സാഹസിക വിനോദസഞ്ചാരത്തിന്റെ പുതുകാഴ്ചകൾ. കണ്ണാടിപ്പാലം, റോക്കറ്റ് ഇജക്ടർ, ജെയിൻ സ്വിംഗ്, സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളർ, ഒപ്പം ആകാശത്തുകൂടി പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ്. ഇതെല്ലാം ആസ്വദിച്ച് വാഗമണ്ണിന്റെ കുളിരിൽ അലിയാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. கிளைமேட் இஸ் வெரி ப்ளசன்ட். ரெய்னியாக இருக்குன்னு நினச்சோம், பட் நல்லா இருக்குது, எக்ஸ்பீரியன்ஸ்டாக இருக்குது. இன்னும் நிறைய எக்ஸ்ப்ளோர் பண்ணல. ரீசனபிள் ரேட்டெல்லாம் கொஞ்சம் ரீசனபிள் தான் இருக்குது. பரவாயில்ல, ஓகே, நல்லாயிருக்கு. கிளைமேட்டு கொஞ்சம் ஓரளவுக்கு நல்லாயிருக்கு. സീസൺ ടൈംനാ பார்க்கலாம். സീസൺ ആരംഭിച്ചതോടെ വാഗമണ്ണിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തും. മഞ്ഞുമൂടിയ വാഗമണ്ണിന്റെ കുളിരും കാഴ്ചകളും അവർക്കായി കാത്തിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 227, വിൽപ്പനയ്ക്ക് വന്നത് 61,233, വിൽപ്പന നടന്നത് 59,475, കൂടിയ വില 3,033, ശരാശരി വില 2,586. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 720 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 460, ഗ്രാമ്പു 750, കൊക്കോ 70, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,310 രൂപ, വെള്ളി 103.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ വ്യാപക വേനൽ മഴ. കനത്ത മഴയെ തുടർന്ന് കല്ലിളകി വീണ അയ്യപ്പൻകോവിൽ സുൽത്താനിയയിൽ തൊഴിലാളി മരിച്ചു. മണിക്കൂറുകൾ നീണ്ട ശക്തമായ മഴയെ തുടർന്ന് ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ നഗരസഭാ ഭരണം UDF-ന്. കോൺഗ്രസിലേക്ക് ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയം 12-നെതിരെ 14 വോട്ടുകൾക്ക്. തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP കൗൺസിലർമാർ വിട്ടുനിന്നു. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നും പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പൊക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കാഞ്ചാർ പള്ളിക്കവലിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡ് അരികെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ തയ്യാറാകാതെ കരാറുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.